ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷുട്ടേ. നമ്മളിന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബൺ ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള നല്ല കട്ട തൈരാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുക. ഒരു 15 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 2 ടീസ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തത് അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അധികം എരിയില്ലാത്ത ഒരു പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു വഴന്ന് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, റവ നല്ലതായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല വീർത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കി നോക്കാം. നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ റവയുടെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും വെള്ളം കേട്ടോ. അപ്പോൾ ഒഴിച്ചു നോക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടെയൊക്കെ ഉള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു കളറിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാ പൊടി ഓപ്ഷനിലാണ് കേട്ടോ. പക്ഷേ സോഡാ പൊടി എടുത്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. വെറും 15 മിനിറ്റ് മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കുക കേട്ടോ. കുറച്ച് അധികം ലൂസായി പോകാൻ പാടില്ല, എന്നാൽ നല്ല കട്ടിയാവരുത്. ആ ഒരു കൺസിസ്റ്റൻസി വേണം അതിൻ്റെ മീഡിയത്തിൽ. അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നമ്മൾ കടുകൊക്കെ താളിക്കുന്ന ചെറിയ പാത്രം ഉണ്ടല്ലോ, അതിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് നല്ലൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഒരു തവി നമ്മൾ മാവ് അതിലേക്ക് കോരി ഒഴിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 10-20 സെക്കൻഡ് വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ. പെട്ടെന്ന് തന്നെ ഇത് നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് എടുക്കുക കേട്ടോ. ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ കണ്ടോ. എന്നിട്ട് വീണ്ടും ആ പ്ലേറ്റിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് അതിൻ്റെ മറുപുറം വേവാനായിട്ട് വെക്കുക. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ നമ്മൾ ചട്ടുകം വെച്ചിട്ടൊക്കെ എടുത്താൽ അത് പൊടിഞ്ഞു പോകും. നമുക്ക് ചോറിന് ആ ബൺദോശയുടെ ഷേപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത മാവും ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10 ബൺദോശ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ കപ്പലണ്ടി ചട്നിയോ സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇത് കഴിക്കുകയും ചെയ്യും. ഇതിൽ നമുക്ക് വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ബീൻസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉണ്ടാകും. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചാനലൊക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.